ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ വീട്ടിലെ കൊച്ചിയിലെ വസതിയിൽ ഇപ്പോൾ ലാൽകൃഷ്ണ ഉണ്ട്. ലാൽകൃഷ്ണ, ആ വീട്ടിലും റെയ്ഡ് നടക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഇത് ശ്രീവത്സം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള വസതിയാണ്. ഈ വസതിയിൽ രാവിലെ 6 മണി മുതൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് കൊച്ചിയിൽ നിന്നുള്ള ഇഡിയുടെ സംഘം തന്നെയാണ് എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയിൽ രേഖകൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യമാണ് പ്രധാനപ്പെട്ട പരിശോധിക്കുന്നത്. ഏകദേശം 2 കൊല്ലം മുമ്പ് ഇതേ വസതിയിൽ ഇഡിയുടെ പരിശോധന നടന്നിരുന്നതാണ്. അതിൻ്റെ തുടർച്ചയോളമാണ് ഇപ്പോഴത്തെ പരിശോധനകൾ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വീട്ടിലേക്ക് മറ്റ് പുറത്തുനിന്നുള്ള ആരെയും അകത്തേക്ക് കടത്തിവിടാതെ തന്നെയാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നതും പരിശോധന നടക്കുന്നതും. വീടിന് നിലവിൽ നേരത്തെ എത്തിയ ഒരു സംഘം ആളുകളെ വീട്ടിലേക്ക് കടത്തിവിടാതെ പറഞ്ഞയക്കുകയും ചെയ്തു. പരിശോധന കഴിയുന്നവരെ ആരേക്കും അകത്തേക്ക് കടത്തിവിടരുത് എന്ന് തന്നെയാണ് നിലവിൽ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഓഫീസിൽ നടക്കുന്ന റെയ്ഡിന് സമാനമായി തന്നെയാണ് വീട്ടിലും പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എത്തിയ സംഘം വിശദമായ പരിശോധനകൾ ആണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷെബീദ് റാവുത്തർ കൂടി ചേരുന്നു. ഇപ്പോൾ ദീപക് തർമ്മണ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് CMRL കർത്തായുടെ വീട്, നിപുണ, അതുപോലെ അവരുടെ ചീഫ് ജനറൽ മാനേജറുടെ വീട്, ചീഫ് ഫിനാൻസ് ഓഫീസർ CFOയുടെ വീട്, തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്, കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെ വീട്, കണ്ണൂരിലെ പിണറായിയുടെ വീട് എന്നിങ്ങനെ, അതുപോലെ ബാംഗ്ലൂരിലെ എക്സാലോജിക്കിൻ്റെ ഓഫീസ്, ഇങ്ങനെയുള്ള 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുവെന്നാണ് ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷെബീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. ഷെബീദ്, വിശദാംശങ്ങൾ, എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? ഇപ്പോൾ നിലവിലിപ്പോൾ ആ റെയ്ഡ് ഇങ്ങനെ തുടരുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയമായി കൂടി മറുപടി പറഞ്ഞ ഒരു വിഷയമായി ഇത് കൂടുതൽ മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് ഈ ഇഡി റെയ്ഡ് ഇഡി പരിശോധന, ഇഡി അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയാകുന്നത്. ആ സമയത്ത് ഇഡി സംസ്ഥാന സർക്കാരിനെ വട്ടമിട്ട് പറക്കുന്നു എന്നൊക്കെയുള്ള വലിയ ആക്ഷേപം അത് CPM പ്രതിരോധമായി തീർത്തു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ അനുമതിയോടുകൂടി ഇഡി ഇന്ന് പരിശോധനയ്ക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക CPMനെ സംബന്ധിച്ച് എളുപ്പമാകില്ല. മാത്രമല്ല ഹൈക്കോടതി അനുമതി കൊടുത്തതിന് പിന്നാലെയുള്ള അന്വേഷണം എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പരിശോധന എന്നുള്ളതിന്റെ ഒരു വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്, അതേപോലെ തന്നെ CMRലുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ, ശശിധരൻ കർത്തയുടെ വീട്, നിപുണ, അതേപോലെ ചീഫ് ജനറൽ മാനേജറുടെ വീട്, അതേപോലെ CFOയുടെ വീട് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഈ പരിശോധന നടക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാംഗ്ലൂരിലെ 2 സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനമായും ഈ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് CMRലുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.